RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വേൾഡ് കപ്പ് അങ്ങനെ പടിയിറങ്ങാൻ പോകുന്ന ഇനി ആകെ രണ്ട് മത്സരങ്ങൾ. ഒന്ന് ലൂസേഴ്സ് ഫൈനലും അതേപോലെ തന്നെ രണ്ടാമത്തെ ലോകം ഒന്നായിട്ട് ഫുട്ബോൾ പ്രേമികൾ ഒന്നായിട്ട് കാത്തിരിക്കുന്ന വേൾഡ് കപ്പിന്റെ ഫൈനലും കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. ശനിയാഴ്ച പുലർച്ചെ 2:30 നടക്കുന്ന ഫ്രാൻസ് ഇംഗ്ലണ്ട് മത്സരം, അതേപോലെ തന്നെ ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച പുലർച്ചെ 12:30 ഇന്ത്യൻ സമയം 12:30 നടക്കുന്ന അർജന്റീന വിച്ച സ്പെയിൻ മത്സരത്തിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്ന് പറഞ്ഞാല് സെമി ഫൈനൽ കഴിഞ്ഞപ്പോ പ്രവചനങ്ങളൊക്കെ ഫ്രാൻസ് വിസസ് ഇംഗ്ലണ്ട് ആയിരിക്കും സെമി ഫൈനൽ വരുന്നത്. പക്ഷെ അടിപൊളി അട്ടിമറി എന്നല്ല, രണ്ട് കിടില മത്സരങ്ങൾ. അതിപ്പോ ഈ ഫ്രാൻസ് ആയിക്കോട്ടെ, ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, അർജന്റീന ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ, നാലില് ഏത് ടീമിന് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ രണ്ട് കിടിലൻ മത്സരങ്ങൾ നടന്നിട്ടാണ് അവര് ഫൈനലിലേക്ക് വാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ലോകതാരം വെച്ച ഒരു സ്ക്വാഡിന് ആ സ്പെയിൻ എന്ന് പറയുന്ന സ്ക്വാഡ് കോൺഫിഡൻസ് കാണിച്ചത് എന്തായാലും കറക്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം അവര് 2-0 എങ്ങനെ ഒരു ഗോള് പോലും അടിക്കാൻ സമ്മതിക്കാണ്ട് സ്പെയിൻ അങ്ങനെ ഫാൻസ് ഈ വേൾഡ് കപ്പിന്റെ ഇത്രയും മാച്ചുകൾ കഴിഞ്ഞപ്പോ അതിൽ ഏറ്റവും കുറവ് വഴങ്ങിയ ടീം ഒന്നാണ് സ്പെയിൻ. അത് ആകെ വഴങ്ങിയ ഒരു ഗോളാണ്. അത് അവര് ബെൽജിയത്തിന്റെ കൂടെ അവസാന ക്വാർട്ടർ ഫൈനലിലാണ് അവർ ആ ഒരു ഗോൾ വഴങ്ങിയത്. അപ്പോ നമ്മൾ ഫൈനൽസേയും പിന്നെ തേർഡ് പ്ലേസ് മാച്ചിനെ ഒക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾക്ക് ആ ചർച്ചയിലേക്ക് കടന്നാലും ഓക്കെ. ഇനി ഒരു മത്സരവും 90 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ 2026 ലോകകപ്പിന്റെ ചാമ്പ്യന്മാരാണ് ഉപ്പച്ച് ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? പിന്നെ ഈ കളിനെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ളത്? വേൾഡ് കപ്പ് ഫൈനലിൽ ഇപ്പോൾ രണ്ട് ടീമുകൾ വന്നിരിക്കുന്നത് അർജന്റീനയും സ്പെയിനാണ്. ഏകദേശം രണ്ട് ടീമുകളുടെ കളി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ ശൈലിയിൽ കളിക്കുന്ന ടീമുകളാണ്. അതിൽ കുറച്ചുകൂടെ ഈ ടിക്കി ടാക്കിൽ നിന്ന് കുറച്ചുകൂടെ സ്പീഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് ഇപ്പോൾ സ്പെയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജന്റീനയുടെ ശൈലി എന്ന് പറഞ്ഞാൽ ഓരോ കളിക്കും എതിർ ടീമുകൾക്ക് അനുസരിച്ചുള്ള ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ രണ്ട് ടീമുകളും തുല്യശക്തിയാണെങ്കിൽ പോലും ഒരു എഡ്ജ് സ്പെയിൻ തന്നെ കാണുന്ന ഒരു 55-45%. പക്ഷേ ഈ ഒരു സ്പെയിനോ ഈ ഒരു അർജന്റീനയോ ഒന്നും അല്ല വിഷയം. ഇവര് ആ ഒരു 90 മിനിറ്റ് അന്നത്തെ ദിവസത്തെ കളി ആരാണ് ടോപ്പ് ലെവലിൽ കളിക്കുന്നത് അവർക്ക് വിജയിക്കാൻ പറ്റും. ഇപ്പൊ ഒരുപാട് സാധ്യതകളുണ്ട്. കുറെ പേര് ഇപ്പൊ ഫാൻസിന് ഈ വേൾഡ് കപ്പ് ഫൈനലിൽ അടിക്കുന്നു പറഞ്ഞു. പക്ഷെ ഫാൻസ് ഒന്നും അല്ലാതെ സ്പെയിന്റെ മുമ്പിൽ സെമി ഫൈനലിൽ പുറത്തായി. അതേപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡും വെച്ച് അർജന്റീന സ്ക്വാഡിനെ തരിപ്പണാക്കുമെന്ന് പറഞ്ഞു. അർജന്റീന എന്തായാലും ഒരു ഗോളിന് പുറകിൽ പോയ ശേഷം കംബാക്ക് അടിച്ചിട്ട് തിരിച്ചു വന്നു. അവര് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചു. ഈ വേൾഡ് കപ്പിൽ തന്നെ അവരുടെ ഏറ്റവും നല്ല നോക്കൌട്ട് റൗണ്ട് മത്സരം കാഴ്ചവെച്ചിട്ടാണ് അവർ ഫൈനലിലേക്ക് വരുന്നത്. അപ്പൊ രണ്ട് ടീമിനും പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് ലെമീൻ യമാൽ ആണെങ്കിൽ മറുവശത്ത് ലയണൽ മെസ്സിയാണ് രണ്ട് ടീമിന്റെയും കൊന്തമന എന്ന് പറയുന്നത്. എന്താന്ന് പറഞ്ഞാല് രണ്ടുപേരും പൂട്ടൽ തന്നെ ആയിരിക്കും എതിർ ടീമുകളുടെ മെയിൻ. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ എന്തോ ആയിക്കോട്ടെ, ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ ഏകദേശം ഒരേ ശൈലിയിലും മിഡ്ഫീൽഡും ഒക്കെ. മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഒരു പിടി സ്പെയിനാണ് മുന്നിൽ. റോഡ്രി എന്ന ഒരു എലമെന്റ് അവിടെ ഉണ്ട്. ഇവിടെ പാരഡൈസ് ആയിക്കോട്ടെ, പക്ഷെ റോഡ്രി എന്ന് ആ കളിയെ നിയന്ത്രിക്കാൻ റോഡ്രി പോയി കഴിഞ്ഞാലും പെഡ്രിയും അതേപോലെ തന്നെ ഒരുപാട് മിഡ്ഫീൽഡർമാര് അർജന്റീനയെ പോലെ ഉണ്ട്. ഓൾമോ അറ്റാക്കിംഗിലാണ് കളിക്കുന്നത്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അപ്പോൾ കളി നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ മെയിൻ ഘടകം. എന്താ പറഞ്ഞാൽ സ്പെയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും ഗോൾ വഴങ്ങാതെ ഈ വേൾഡ് കപ്പ് തന്നെ ഒരൊറ്റ ഗോൾ വഴങ്ങുന്നത്. ഇതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ ഇവര് കളിയിൽ ഒരു 60-65% ബോൾ പൊസിഷൻ കൺട്രോൾ ചെയ്തിട്ട് ബോൾ ഇത് ടീമിന് കൊടുക്കാതെ പാസിനെ കുറിച്ച് അതേപോലെ മിസ്പാസുകൾ ഇല്ലാതെ അത്രയും ഭംഗിയായിട്ട് കളിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഈ കളിയിൽ മറ്റൊരു ടീമിൽ നിന്ന് ഗോൾ വഴങ്ങുക. അതേപോലെ അവരുടെ ഡിഫൻസും ഗോൾ കീപ്പറൊക്കെ റെഡിയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഓൺ ടാർഗറ്റും ഷോട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഡിഫൻസിന്റെ ഗുണവും അതേപോലെ തന്നെ ഈ ഒരു പാസിംഗിന്റെ ഗുണവും. അപ്പോ നിങ്ങൾ ഒരു ബാർസ ഫാൻ സ്ഥിതിക്ക് ആരെയാണ് നിങ്ങളിപ്പോ സപ്പോർട്ട് ചെയ്യുന്നത്? അത് വല്ലാത്തൊരു ചോദ്യമാണ്. ബാഴ്സ ഫാൻസിനൊക്കെ കൊടുക്കുന്നത്. ഫൈനലിസ്റ്റ് വന്നപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാഴ്സ ഫാൻസ് ആയ നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യും? ലയണൽ മെസ്സി, ബാഴ്സയുടെ ലെജൻഡായ ലയണൽ മെസ്സി, അതേപോലെ തന്നെ ബാഴ്സയുടെ സ്റ്റാർ ബോയ് ആയിട്ട് നിൽക്കുന്ന ലെമീൻ യമാലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് എന്തായാലും നമുക്ക് ഒരൊറ്റ ടീമേ ഉള്ളൂ. ടീമുകൾ നോക്കി നമ്മളിപ്പോ സമർ മുന്നണി എന്നല്ലല്ലോ. ഞാൻ ജനിച്ച ശേഷം ഒരൊറ്റ ടീമിനെയാണ് ഫുട്ബോളിൽ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഫോളോ ചെയ്യല ഫുട്ബോളിൽ രാജ്യത്തിന് വേണ്ടി അർജന്റീനയും അതേപോലെ തന്നെ ക്ലബ്ബാണെങ്കിൽ ബാഴ്സലോണയും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും. പുറകില് യമാൽ ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ ഇടനെഞ്ചില് നമ്മുടെ ആശാൻ തന്നെയാണ്. അത് വിട്ടിട്ടുള്ള ഒരു കളിയൊന്നുമില്ല. അപ്പോ എന്തായാലും സ്പെയിനിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ വിജയിക്കണം എന്ന് ആഗ്രഹമുള്ളത് എന്തായാലും തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ തന്നെ ഒരു വിജയം ഉറപ്പായി. അതാരറിയോ? എന്താ? രണ്ട് റൈവലറി ഉണ്ട് സ്പോർട്സില്, അഡിഡാസ് നൈക്ക്. ഇപ്പൊ വെച്ച് നോക്കണെങ്കിൽ കറന്റ് സ്റ്റാൻസിൽ രണ്ട് ഫൈനലിസ്റ്റും അഡിഡാസിന്റെ സ്പോൺസറാണ്. അഡിഡാസ് അപ്പോ ഒരു വിജയം നേടിയിരിക്കുകയാണ്. അത് പീക്കാണ്, രണ്ടും പീക്കിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ ലെമീൻ യമാൽ ഈ കളികളിൽ ഗോളുകൾ ആകെ ഒരു ഗോളെ സ്കോർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വലിയ ഇമ്പാക്റ്റുകൾ ഒരുപാട് കളിയിൽ ഇമ്പാക്റ്റുകൾ ഉണ്ടെങ്കിലും മാൻ ഓഫ് ദി മാച്ച് നേടിയിട്ട് പക്ഷെ ഗോളുകളും അസിസ്റ്റുകളും തീരെ കുറവാന്നേ ഉള്ളൂ. പക്ഷെ ആളുടെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകം തന്നെയാണ് സ്പെയിനിന്റെ ടീമിന്.
ആ ഇപ്പുറത്ത് വിങ്ങില് ഒരു മനുഷ്യനുണ്ട് അത് വോട്ട് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ വേറെ ലെവൽ എന്താ ഇപ്പൊ തന്നെ ഈ വേൾഡ് കപ്പിൽ ഫൈനൽസ് പോലും തീർന്നിട്ടില്ല. ഫൈനൽ തീരുന്ന മുമ്പ് തന്നെ ആൾക്ക് 8ഓളം റെക്കോർഡ് ചെയ്തവരുണ്ട്. എട്ടോളം എന്നല്ല, അതിൽ കൂടുതൽ റെക്കോർഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഗോൾഡൻ ഗോൾഡൻ ബോളും കൂടി ഗോൾഡൻ ബോൾ കിട്ടാന്ന് പറഞ്ഞാല് എംബാപ്പെ ഇനിയിപ്പോ ഒരു ലൂയിസസ് ഫൈനൽ ഉണ്ട്. ആ ഫൈനലിലെ ഗോൾ ഇപ്പൊ കുറെ പേർക്ക് സംശയമുണ്ട് ഈ ഫൈനൽ ഇതിൽ ഉൾപ്പെടുത്തുമെന്ന്. ഇതൊക്കെ അതിലുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നവര്, അപ്പൊ ഗോൾ അടിക്കുന്നതിൽ രണ്ടുപേരും സമനിലയായി കഴിഞ്ഞാൽ അത് അസിസ്റ്റ് നോക്കും. അസിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിലും സമനിലയായി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ടൈമിൽ കളിക്കുന്നവർക്കായിരിക്കും ഇതില് അടുത്തതിലേക്ക് ഏറ്റവും കുറഞ്ഞ് കളിച്ചിട്ട് ആ ഗോളിലെ അമൗണ്ട് നേടിയെടുത്തവർക്കായിരിക്കും ഗോളും കൂട്ട് വഴങ്ങുന്നത്. അപ്പോ ഈ 39-ാം വയസ്സിൽ ഈ ചങ്ങായി കാണിക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് എന്താ പറയാ, ലാസ്റ്റ് ഡാൻസ് പറഞ്ഞ് വന്നിട്ട് ബ്രേക്ക് ഡാൻസാണ് കളിക്കുന്നത്. 10-15 വയസ്സായ പിള്ളേർ ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന പോലെ ബ്രേക്ക് ഡാൻസ് കളിക്കുന്നത്. ഒരു 40 വയസ്സ് ടച്ച് ആവുന്ന ആള് ഇപ്പം ഒരു 20-30 വയസ്സിന്റെ പീരീഡിലുള്ള ഒരു ചങ്ങായിന് ഗോൾഡൻ ബൂട്ട് റേസിൽ, എങ്ങനെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഒരു 40 വയസ്സുകാരന്. ഇനിയിപ്പോ ഗോൾഡൻ ബൂട്ടില് എംബാപ്പെ മാത്രമൊന്നുമല്ല, അവിടെ ബെല്ലിഹാം കളിക്കുന്നുണ്ട്, ഹാരി കെയ്ൻ ഉണ്ട്. അവർക്ക് ഒരു ഹാട്രിക് എന്തെങ്കിലും ഫ്രാൻസിനെതിരെ അടിക്കുകയാണെങ്കിൽ ചിലപ്പോ അങ്ങനെയും വരാൻ വേണ്ടിയിട്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ സീസണിൽ ഇപ്പോ ഈ ഒരു വേൾഡ് കപ്പിൽ മെസ്സി വേൾഡ് കപ്പ് ഉയർത്തുകയാണെങ്കിൽ ഗോൾഡൻ ബോളും എല്ലാം അടുത്ത ബാലൻഡിയർ, സൂപ്പർ ബാലൻഡിയർ എല്ലാം കൂടിയിട്ടുണ്ട് തൂക്കാനായിരിക്കും പരിപാടി. കഴിഞ്ഞിട്ടില്ല, സ്പെയിനാണ് ആൾക്കാർ എന്തോ ഒരു വിഷയമുണ്ട്. അപ്പോ ഈ സ്പെയിന് എന്ന് പറയുന്ന സ്പെയിനിന്റെ എന്ന് പറഞ്ഞാല് അവര് കളിക്കുന്ന കളി എന്ന് പറഞ്ഞാല് അവര് പരമാവധി ബോൾ കൺട്രോൾ ചെയ്തിട്ട് കിട്ടുന്ന അവസരങ്ങൾ ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കും, അങ്ങനെ കളിക്കും. അതേ ശൈലി തന്നെയാണ് അർജന്റീന. അർജന്റീനയുടെ പ്രശ്നം എന്താ പറഞ്ഞാല് ഡിഫൻസിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരുപാട് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് ഈ വേൾഡ് കപ്പിൽ തന്നെ ചെറിയ ടീമുകളുണ്ട്. ഞാൻ അർജന്റീന പോകുന്നു വിചാരിച്ച കേപ്പ് ഓവർ ആയിട്ടുള്ള കളിയിലാണ്, അതിൽ ഞങ്ങൾ പുറത്താവുന്ന വിചാരിച്ച. പിന്നെ അതിനുശേഷമൊക്കെ ഞാൻ തിരിച്ചു വരുന്നുള്ള ഒരേ ഇതിൽ തന്നെ. ഞാൻ ഇന്നത്തെ കളിയിൽ എന്താ ഇംഗ്ലണ്ട് കൂടെയുള്ള കളി പറഞ്ഞത്, നീ ടെൻഷൻ അടിക്കണ്ട, തിരിച്ചടിക്കും, കംബാക്ക് ഉണ്ടാവും. പക്ഷെ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നതാണ്, പക്ഷെ എക്സ്ട്രാ ടൈമിലേക്ക് പോയില്ല. അപ്പോ ഇവര് തമ്മിലുള്ള കളി എന്ന് പറഞ്ഞാല് ഈ ഒരു ഇതാണ്. അതിന് മിഡ്ഫീൽഡിൽ ആര് കൺട്രോൾ ചെയ്യാൻ പറ്റും, ആ ചാൻസ്, ലക്കി മൂവ്മെന്റ് ഉണ്ടല്ലോ, ഒരു എന്താ പറഞ്ഞാല് ഒരു കളി തന്നെ ഒരു ടേണിംഗ് പോയിന്റ്, ആ ഒരു പോയിന്റ് ആരാണ് നികത്തുക, അവർക്ക് ഈ കളിയിൽ വിജയിക്കാൻ പറ്റും. അത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇപ്പൊ അർജന്റീന 13ഓളം കളി വേൾഡ് കപ്പിൽ സ്ട്രീക്കിലാണ്. 13 കളി തുടർന്ന് ജയിച്ചിരിക്കുന്നത് അർജന്റീന. പക്ഷെ അവിടെ 39 മത്സരങ്ങളോളം തോൽക്കാതെയാണ് സ്പെയിൻ വരുന്നതെന്നും കൂടി ആലോചിക്കണം. അങ്ങനെ ഉള്ള റെക്കോർഡുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഇപ്പോ ഏറ്റവും കൂടുതൽ പ്ലെയർ ഒരു ടീമിൽ നിന്ന് കളിക്കുന്നത് ബാഴ്സലോണ 8 പ്ലെയേഴ്സ്. പക്ഷെ ഇപ്പൊ ഈ ഫൈനലിൽ എത്തി നിൽക്കുന്ന സമയത്ത് ആ 8 പേരല്ല, ആ ക്ലബ്ബല്ല ഇപ്പൊ ബാഴ്സലോണ ടോപ്പിൽ നിൽക്കുന്നത്. ആരെന്നറിയോ? അത്ലറ്റിക്കോ മഡ്രിഡിന്റെയാണ് 10 പ്ലേയേഴ്സ് ഫൈനലിൽ കളിക്കേണ്ടതുള്ള. സിമിയോണിയുടെ പിള്ളേര് 10 ആൾക്കാർ. അത്ലറ്റിക്കോ മഡ്രിഡിന്റെ അതെ, അത്ലറ്റിക്കോ മഡ്രിഡിന്റെ സ്പെയിനിന്റെ താരങ്ങളായിട്ട് 4 ആൾക്കാരും അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്ന 6 പ്ലേയേഴ്സും. വെറുതെ അല്ല മിനി അർജന്റീന എന്ന് വിളിക്കുന്നത്. ഇപ്പോ ഒരു ബാനറിനെ കുറിച്ചൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നുണ്ട് അർജന്റീന ഫൈനലില്. അപ്പൊ അവര് ഫിഫ പറഞ്ഞിട്ടുണ്ട് ഫൈനലിന് ശേഷം അത് ആ താരങ്ങൾക്കെതിരെ നടപടി ഉണ്ട്. അത് മുമ്പ് ഇതുപോലെ കൊളംബിയയിലോ ഏതോ കോപ്പ അമേരിക്ക നടക്കുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടായിട്ട് അതിന് ഫൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് രാഷ്ട്രീയവും ഇതൊക്കെ അത് മാറ്റി വയ്ക്കാം, നമുക്ക് ഫുട്ബോളിലേക്ക് വരാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കാര്യം കൂടി ഉണ്ട്, ബാഴ്സ വേഴ്സസ് ബാഴ്സ, ദൈവപുത്രൻ വേഴ്സസ് ദൈവം എന്നൊക്കെ ഇരിക്കട്ടെ. ലോവസ്റ്റ് കൺസീഡിങ് ടീം വേഴ്സസ് ഹയസ്റ്റ് സ്കോറിംഗ് ടീം ആയിരിക്കും നാളത്തെ മത്സരം. അർജന്റീന 19ഓളം ഗോള് എതിർ ടീമുകൾ അടിച്ചപ്പോൾ സ്പെയിന് തിരിച്ച് 1 ഗോൾ മാത്രം വൈകിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീമും ഏറ്റവും കുറവ് ഗോൾ കൺസിഡർ ചെയ്ത ടീമാണ്. അതും ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച എപ്പോഴാണെന്ന് നോക്കി കഴിഞ്ഞാൽ 85-ാം മിനിറ്റ് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്നതാണ്. 11 ഗോള്. അതെ, അവർക്ക് ആ ഒരു ടൈം മതി എന്നുള്ള കാര്യമാണ്. പക്ഷെ സ്പെയിൻ ടോട്ടൽ ഫുട്ബോൾ കളിച്ചിട്ട് ഫുള്ളായിട്ട് ആ ഒരു ഇത് ചെയ്യുന്നത്. ആ ഒരു മിഡ്ഫീൽഡിനെ, രണ്ട് ടീമിന്റെ മിഡ്ഫീൽഡിനെ ആർക്കാണ് ഭരിക്കാൻ കഴിയുന്നത് അവർ തന്നെ ആയിരിക്കും ഈ ഒരു വിജയം നേടാൻ പറ്റുക. നമ്മളിപ്പോ ഡിഫൻസ് പോയി കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് കുറച്ച് പോരായ്മകളുണ്ട്. ഇപ്പൊ മൊളീനയുടെ ഭാഗത്ത് നമ്മുടെ മദീന വരണം എന്നാണ്. എന്താ മദീനയ്ക്ക് പരിക്കെന്തായിട്ടാണ് ഇത്രയും കളി ഇറങ്ങാത്തത്. മൊളീനയാണ് ആകെ ഒരു സ്ക്വാഡിൽ നോക്കി കഴിഞ്ഞാൽ കുറച്ച് മോശമായിട്ടില്ല. ഇനിയിപ്പോ സ്കോഡോണി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ്? പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മള് കുറെ വീഡിയോസിൽ തുടർന്ന് പറഞ്ഞു ഇങ്ങനെ ടാക്ടിക് മാറ്റം. ഇംഗ്ലണ്ട് കളിക്കെതിരെ ടാക്ടിക് മാറ്റിയില്ലേ? അത് മാറ്റും. അതുപോലെ തന്നെ സ്കോഡ് ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കണം. ആ സെന്ററിലൂടെ മെസ്സിലൂടെ മാത്രം കളി നടക്കരുത്, മൊത്തം ടീമിലൂടെയാണ് കളി നടക്കേണ്ടത്. പക്ഷെ ഇത് ഈ ഒരു കളി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഫോർമേഷൻ 4-4-2 തന്നെയാണ് കളിക്കുന്നത്. പിന്നെ ഈ എക്സ്ട്രാ ടൈമിൽ ഗോൾ വാങ്ങിക്കുക അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്ക് പോകുമ്പോഴേക്കാണ് ഈ ഒരു സ്ക്വാഡിൽ മാറ്റം. എന്താണ് 2 സ്ട്രൈക്കർമാരെ ഇറക്കിയിട്ട്. അപ്പൊ അർജന്റീനയ്ക്കുള്ള ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 സ്ട്രൈക്കർമാർ ഗോൾ അടിച്ചു. ലോത്തോറോ മാർട്ടിനസ് ലാസ്റ്റ് മത്സരത്തിൽ അത് മിഡ്ഫീൽഡർമാർ ഗോൾ അടിക്കാൻ തുടങ്ങി. മെസ്സി അല്ലാതെ എല്ലാവരും ഗോൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു പോസിറ്റീവാണ്. സ്പെയിന്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ആര് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഗോൾ അടിക്കാന്നുള്ള ഇതാണ് അവിടുത്തെ മത്സരം. ഫ്രാൻസിനെതിരെ ഒരു ഡിഫൻഡർ പെഡ്രോ പോറോ എന്ന ഡിഫൻഡർ. ഈ വേൾഡ് കപ്പില് 2 വിങ്ങുകൾ നോക്കി കഴിഞ്ഞാൽ കുക്കറേലയും അതേപോലെ തന്നെ പെഡ്രോ പോറോയും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. എനർജിയും
അതേപോലെ തന്നെ സ്പീഡും ഡിഫൻസും എല്ലാത്തിലും സെറ്റ് എന്ന് പറഞ്ഞ രണ്ട് പ്ലേയേഴ്സിനെ എടുത്തു പറയുകയാണെങ്കിൽ സ്പെയിനിന്റെ പറയണം. അതെ, അതുകൊണ്ടാണ് ഇവർക്ക് അത്രമാത്രം മിഡിൽ ഇത്രമാത്രം അവർക്ക് സ്വതസിദ്ധമായിട്ട് അവരുടെ ഓൾമോയുടെ കളി നോക്കിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ റോഡ്രിയുടെ കളി നോക്കിക്കഴിഞ്ഞാലും ഇപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന പെഡ്രി, അതേപോലെ തന്നെ ഫാബിയൻ റൂയിസും അതേപോലെ തന്നെ മിക്കൽ മരീനോ എന്ന രണ്ട് കളിയിൽ അവസാനത്തെ ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും വന്നിട്ട് ഇഞ്ചുറി ടൈമിന്റെ ആ ടൈമിലൊക്കെ വന്നിട്ട് സൂപ്പർ സബ് ആയിട്ട് വന്നിട്ട് എതിർ ടീമിനെ നെട്ടിച്ചുകൊണ്ട് സൂപ്പർ സബ് അല്ല, എക്സ്ട്രോർഡിനറി സബ് എന്ന് തന്നെ പറയണം. രണ്ട് കളിയിൽ ഒരു കളി ഫോട്ടോ വയ്ക്കി ഈ ചങ്ങനെ ശ്രദ്ധിക്കാണ്ടില്ല ഒരു ലക്ക് ഇതൊക്കെ പറയും. രണ്ട് കളി ബ്രോ അങ്ങനെ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും ഫോം ആവാൻ പറ്റുന്ന പ്ലേയേഴ്സ്. കഴിഞ്ഞ ലാസ്റ്റ് മത്സരത്തിൽ ഡീപോളിനെ ഇറക്കാതെ ഡീപോളിന് അവസാനം ഒരു 10-15 മിനിറ്റ് ഇറക്കി ഡീപോൾ എന്താ കാണിച്ചതെന്നെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻസോ ഫെർണാണ്ടസും മാക്കാലിസ്റ്ററൊക്കെ ഭാഗ്യം കൊണ്ടാണ് അന്ന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ രണ്ട് ടീമുകൾക്കും ഗംഭീര ഇതുണ്ട്. പക്ഷെ ആ ഒരു 90 മിനിറ്റിൽ ആർക്കാണ് ആ ഒരു ആധിപത്യം പുലർത്താൻ പറ്റുക? എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഒരു ഗോളൊക്കെ ആരടിച്ചാലും തിരിച്ച് അടി വരും, അടിയും തിരിച്ചടികളൊക്കെ ആയിരിക്കും. അപ്പൊ രണ്ടോ മൂന്നോ ഗോളൊക്കെ അല്ലാണ്ട് ഒറ്റ ഗോൾ തൂങ്ങിയിട്ടൊന്നും ഇരിക്കണ്ടാവില്ല. എന്റെ ഒരു പ്രൊഡിക്ഷൻ 2-1 അർജന്റീന ജയിക്കണം എന്നാണ് ആഗ്രഹം. ചിലപ്പോ എന്റെ ഒരു പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ 3-2 അർജന്റീന ജയിക്കുമെന്നാണ്. അപ്പൊ അത്രയും ഗോളുകൾ വരുന്നതാണ് പറയുന്നത്. പക്ഷെ സ്പെയിനിനെ ശരിക്കും നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെയിനിന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാതെ ഇരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. എന്താ പറയുക, എല്ലാ കളിയും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോള് 2 ഗോൾ അവർക്ക് വേണ്ട ഗോള് അവരെന്തായാലും ഡിഫെൻഡ് ചെയ്തിട്ട് അവർ ഗോൾ വഴങ്ങില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ അവർക്ക് വേണ്ട ഗോളുകൾ മാത്രം വഴങ്ങിയിട്ട് അവർ കളിയിൽ ജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ മറികടക്കണം. എന്താ പറഞ്ഞാൽ ഗോള് അടിക്കാൻ വിടാതെ, എതിർ ടീമിന് ഗോൾ അടിക്കാൻ വിടാതെ നമ്മൾ ഗോൾ സ്കോർ ചെയ്യുക. ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്താൽ പിന്നെ ആദ്യം എനിക്ക് തോന്നുന്നു അർജന്റീനയുടെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്ത് പിന്നെ ഡിഫൻസീവായി പോകരുത്, പിന്നെയും അറ്റാക്ക് ചെയ്ത് കളിച്ച് ഗോൾ സ്കോർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്, കംബാക്ക് കിങ്സ് എന്ന് പറയുന്ന ഈ മൊത്തം ടൂർണമെന്റ് അർജന്റീന കാണിച്ചതാണ്. എങ്ങാനും സ്പെയിൻ അടിക്കാനും കാണിച്ചു തരുമായിരിക്കും അല്ലേ? അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. വേൾഡ് കപ്പിന് ഒരു മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. റെക്കോർഡുകൾ ഒരു പിടി പിറക്കാനുണ്ട്. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വേൾഡ് കപ്പ് 102 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അറിയാം, 102 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. എന്താ കഥ? ഒരു മാസം, 1.5 മാസം, ഒരു മാസം കുറച്ച് ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലുള്ള ഇത്രയും മത്സരങ്ങൾ കഴിഞ്ഞു 2026 വേൾഡ് കപ്പില്. നമ്മള് ഗ്രൂപ്പ് സ്റ്റേജ് തുറന്ന് ആദ്യത്തെ കളി അർജന്റീന വേഴ്സസ് ആദ്യത്തെ കളി നോക്കുമ്പോ ലാസ്റ്റ് ഫൈനലെത്തി. അതുപോലെ ഉണ്ട് ശരിക്കും. അത് പെട്ടെന്നായിരുന്നു സംഭവം. അതിനിടയിൽ ഒരുപാട് മത്സരങ്ങളും ഒരുപാട് കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ ഇപ്പോഴും അംഗീകരിക്കാതെ ഇരിക്കുന്നുണ്ട്. സ്പെയിനെ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കാതിരിക്കുന്ന അർജന്റീനയാണ്. സ്പെയിൻ അംഗീകരിക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ബാഴ്സയുടെ ഒരുപാട് താരങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴും എന്താ പറഞ്ഞാല് സ്പെയിനിൽ നടക്കുന്ന പരിപാടിയാണ്. എന്താ പറഞ്ഞാല് ബാഴ്സ റയൽ മഡ്രിഡിനായിട്ട് ഒരു പ്ലെയർ പോലും ഇല്ല. ഇപ്പൊ കുക്കുറല്ല പറയുന്ന ചെൽസിയിൽ നിന്ന് സൈൻ ചെയ്ത ഒരു പ്ലെയർ വെച്ച് കഴിഞ്ഞാൽ റയൽ മഡ്രിഡിൽ ഒരു പ്ലെയർ ഇല്ലാത്തതുകൊണ്ട് സ്പെയിനിൽ തന്നെ ഒരുപാട് പേര് അവരുടെ സ്വന്തം രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യാത്തൊരു ഇതുണ്ട്. വേൾഡ് കപ്പിന്റെ ഫൈനലെത്തി നിൽക്കുന്ന അർജന്റീന വിസസ് സ്പെയിൻ, ഇവർ എങ്ങനെയാണ് ഫൈനലിലെത്തിയത്, ആരോടൊക്കെയാണ് ഏറ്റുമുട്ടിയത്, നമുക്ക് റൗണ്ട് ഓഫ് 32 മുതൽ നമുക്ക് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾക്ക് ആദ്യം അർജന്റീന വഴിയിലൂടെ വരാം. അർജന്റീന വഴിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യം വന്നത് കേപ്പ് വെർഡിയാണ്. അതൊരു ഹിസ്റ്റോറിക് വിക്ടറി ആയിട്ട് 3-2 അർജന്റീന ജയിച്ചു. അടുത്ത ഗംഭീര മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തെ കുറിച്ച് പറയാതെ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റില്ല. കേപ്പ് വെർഡെ ആയിട്ടുള്ള ആ കേപ്പ് വെർഡെ പറയുന്ന ടീം അർജന്റീനയെയും സ്പെയിനെയും രണ്ട് ടീമുകളും ഈ ഒരു 90 മിനിറ്റ് വരെ തോൽപ്പിക്കാത്ത ഒരു ടീം ഈ വേൾഡ് കപ്പിൽ ഉണ്ടെങ്കിൽ അത് കേപ്പ് വെർഡെയാണ്. കേപ്പ് വെർഡെ അർജന്റീന എക്സ്ട്രാ ടൈമിലാണ് പരാജയപ്പെടുത്തിയത്. സ്പെയിന് സമനിലയിലാണ് ആ ഒരു കളി അവസാനിപ്പിച്ചത്. അപ്പോ അത്രയും പോരാട്ട വീര്യമുള്ള ആ ഒരു ചെറിയ രാജ്യം വന്നിട്ട് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് രണ്ട് ടീമുകളെ നെട്ടിച്ചിട്ടാണ് പോയത്. ശരിക്കും അവര് വേറെ വല്ല ടീമുകളൊക്കെ ആയിട്ടാണെങ്കിൽ ചിലപ്പോൾ അടുത്ത റൗണ്ടിലേക്കൊക്കെ കയറിയിട്ടുണ്ടാവുന്നു. എന്തായാലും രാജ്യത്തിന് മുന്നിൽ ആ ഒരു 40-കാരനായ ഗോൾ കീപ്പർ ഒസീനോ, ഇയാളുടെ ടീമും തലയൂർ തന്നെയാണ് മടങ്ങിയത്. ഇനി അടുത്ത വേൾഡ് കപ്പിനായിട്ട് അതെല്ലാം നമുക്ക് ഒരുപാട് കാത്തിരിക്കാം. അമ്മാതിരി പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. അർജന്റീന അല്ലാത്ത വേറൊരു ടീമാണ് ഞാൻ ശരിക്കും അവര് ജയിച്ചോട്ടെ എന്ന് വരെ ആഗ്രഹിച്ച ഒരു ടീമായിരുന്നു. അപ്പൊ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ അർജന്റീന വേഴ്സസ് ഈജിപ്ത് ആണ്. ഇവര് ഒരുപാട് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായ മത്സരമാണ്. ഈജിപ്ത് 3-2 അർജന്റീന. അത് ഈജിപ്ത് അർജന്റീനയുടെ മുന്നിൽ തോറ്റത് ഒന്ന് എക്സ്പീരിയൻസിന്റെ ഒരു കുറവാണ്. രണ്ട് ഗോളുകൾ അടിച്ചു നിന്നിട്ട് 74-ാം മിനിറ്റ് വരെ 78-ാം മിനിറ്റ് വരെ 2 ഗോൾ നിന്ന ശേഷം അതിനുശേഷം തിരിച്ചടിക്കുന്നു. അതിനുശേഷം എക്സ്ട്രാ ടൈമിൽ പോയിട്ട് 3ാമത്തെ ഗോളും അടിച്ച് അർജന്റീന കളിയിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. പിന്നെ അടുത്തൊരു മത്സരം നോക്കുകയാണെങ്കിൽ അർജന്റീന വന്നത് സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് അർജന്റീനയാണ്. ഇതിൽ അർജന്റീന 3-1 എക്സ്ട്രാ ടൈമിൽ പോയി ജയിച്ചു അല്ലെ? അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഓരോ മാച്ച് ഇപ്പൊ സെമി ഫൈനൽ വരെ എടുത്തു നോക്കി കഴിഞ്ഞാലും അർജന്റീനയ്ക്ക് ഗുണം ചെയ്തത് എതിർ ടീമിന്റെ ഓരോ മണ്ടൻ തീരുമാനങ്ങളാണ്. അതിൽ
ശരിക്കും കേബോ വെർദെ ഒഴിച്ചു നോക്കി കഴിഞ്ഞാൽ ഇപ്പോ സ്വിറ്റ്സർലാൻഡ് ആയിക്കോട്ടെ, ഈജിപ്ത് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ കോച്ചുമാരുടെയും അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ടാക്ടിക്സിന്റെ സ്വിറ്റ്സർലാൻഡ് നോക്കുകയാണെങ്കിൽ ആ ആ ഒരു ഒരു ഡൈവ് റെഡ് ഡൈവ് ഒരു ഈജിപ്ത് അനാവശ്യമായ റെഡ് കാർഡ്, നോക്കുകയാണെങ്കിൽ ഇൻഎക്സ്പീരിയൻസ് ആണ്, അത് കുഴപ്പമില്ല. എക്സ്പീരിയൻസ്, പിന്നെ ആ ഒരു പെനാൽറ്റിയുടെ കോൺട്രവേഴ്സി, അതേപോലെ തന്നെ ആ ഒരു ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അതൊക്കെ വാറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഫുട്ബോളിൽ ഒരുപാട് നിയമങ്ങൾ മാറിയിട്ട് നമുക്കറിയാത്ത നിയമങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ കളി കഴിഞ്ഞു, അവസാനിച്ചു. എല്ലാ കാലത്തും എല്ലാ ടീമുകൾക്കൊക്കെ ഓരോ ഇതുണ്ടാവും, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ചെറിയ ചെറിയ ഇതുകളൊക്കെ അർജന്റീനയ്ക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഞാൻ ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ഫൈനൽ, അടുത്ത സെമി സെമി ഫൈനൽ ഫൈനൽ നോക്കുകയാണെങ്കിൽ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് ആയിരുന്നു. ഇത് 2-1 ഒരു റെമോൺടാഡ അത് എന്ന് പറഞ്ഞാല് ആദ്യ ഹാഫ് തുടങ്ങിയപ്പോ, സെമി ഫൈനലാണ്. അതെ, അത് സെമി ഫൈനലില് ഫസ്റ്റ് തുടങ്ങിയപ്പോ ഗംഭീര ഫൈറ്റ്, ഫൗളുകൾ ആദ്യം ഇത് കഴിഞ്ഞപ്പോ തന്നെ 19 ഫൗളുകൾ, 2 യെല്ലോ കാർഡ്, 0 ഓൺ ടാർഗറ്റ്. ലോകകപ്പ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മത്സരം, ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ ഇത്രയും 0 ടാർഗറ്റ് അടിച്ചൊരു മത്സരം ഇതിനു മുമ്പുണ്ടായിരുന്നു. എന്താ പറയുക, രണ്ട് ടീമുകളും ഗോൾ അടിക്കാൻ വിടൂല എന്നുള്ള വാശി തന്നെയാണ്. രണ്ട് ടീമുകളും ഫൗൾ ഉണ്ടായിരുന്നു. 12 ഫൗളുകൾ അർജന്റീന ചെയ്തപ്പോൾ 7 ഫൗളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ ഫൗളുകൾ കൂടിയത് ഇംഗ്ലണ്ടിന്റെ ഭാഗത്തായിരുന്നു. അപ്പോ അങ്ങനെ എനിക്ക് എന്താ അറിയോ, എനിക്ക് ഒറ്റ മനുഷ്യനോടാണ് ഇത് തോന്നുന്നത്. ആ ജൂഡ് ബെല്ലിംഗം എന്ന് പറയുന്ന താരം, ആള് നോക്കണെങ്കിൽ ആള് ലിമിറ്റ് ചെയ്ത് നിൽക്കണം. മെസ്സി എന്ന് പറയുന്ന ഒരു താരം എത്രയോ ഉയർന്നുള്ള താരമാണ്. പക്ഷെ ആ താരത്തിനെ പോയി പ്രൊവോക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഹാഫിൽ അർജന്റീന പ്ലേയേഴ്സ്, സിമിയോണിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലണ്ട് പ്ലേയേഴ്സിനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ അതിനു വേണ്ടി തന്നെ സിമിയോണിനെ അന്ന് ഇറക്കി വിട്ടിരിക്കുന്നത് നമ്മുടെ സ്കൊളോണി. അപ്പൊ അതേപോലെ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ബെല്ലിംഗ്ഹാം മെസ്സി കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മെസ്സി എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ്, ആളിനെ പ്രൊവോക്ക് ചെയ്ത എന്താ ഉണ്ടാവുമെന്ന് ഒന്നിലെങ്കിലും റയൽ മഡ്രിഡിൽ കളിച്ച അവരുടെ മുന്നാളുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന കാര്യമായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ജൂഡ് ബെല്ലിംഗ്ഹാം കുറച്ചുകൂടി ഉത്തരവാദിത്തോട് കളിക്കണമായിരുന്നു. കസമീറോ ഒരു വീഡിയോയിൽ വെച്ച് പറയുന്നുണ്ട്, മെസ്സിനെ നിർത്താൻ ഒറ്റ വഴിയാണ്, നിങ്ങൾ പോയി മെസ്സിന്റെ വഴക്കിടരുത്, മിണ്ടാണ്ടിരിക്കുക, കളി കഴിക്കുക, പോവാ. അതെ, അതന്നെ. അപ്പൊ അങ്ങനെ ആ ഒരു റൗണ്ടിൽ കഴിഞ്ഞിട്ട് അവര് ഇപ്പൊ സ്പെയിനിന്റെ എതിരാളികളായിട്ട് അർജന്റീന വന്നിരിക്കുന്നു. സ്പെയിനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവര് റൗണ്ട് ഓഫ് 32 ഓസ്ട്രിയനെ 3-0 പരാജയപ്പെടുത്തിയ ഗംഭീര മത്സരത്തിലൂടെ അടുത്ത എതിരാളികൾ പറഞ്ഞാൽ CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിട്ടായിരുന്നു. ഗംഭീര മത്സരമായിരുന്നു. ഇതിൽ എന്താ പറയാ, ശരിക്കും റൊണാൾഡോന്റെ ടീം സ്പെയിനിന് മുന്നിൽ എന്താ പറയുക, സിമ്പിൾ ആയിട്ട് ജയിക്കേണ്ട കളിയായിരുന്നു. അല്ലെങ്കിൽ പൊരുതി ഓടി കഴിഞ്ഞാൽ ജയിക്കാവുന്ന കളിയായിരുന്നു. രണ്ട് ടീമും ഗോൾ അടിക്കാനും മടിച്ചപ്പോ മിക്കൽ മറീന എന്ന് പറയുന്ന അവരുടെ സൂപ്പർ സബ് വന്നിട്ട് കിടിലൻ ഗോൾ, ഒരു 91 മിനിറ്റിലാണ് തോന്നുന്നുണ്ട് ആ ഗോൾ അടിക്കുന്നു. 5-6 മിനിറ്റോട് കളി, ഒരു 10 മിനിറ്റോട് കളി അവസാനിക്കുന്നു. പോർച്ചുഗലിന് ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. പോർച്ചുഗലിന്റെ ഏറ്റവും ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മോശം കളിയായിരുന്നു. അങ്ങനെ റൊണാൾഡോ ഒരു വേൾഡ് കപ്പ് ഇല്ലാതെ 2026 വേൾഡ് കപ്പിൽ നിന്ന് മടങ്ങി. അതിനുശേഷം ബെൽജിയം ആയിട്ടായിരുന്നു. നല്ല ബെൽജിയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കളി തുടങ്ങിയപ്പോൾ വലിയതൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഓരോ കളി കഴിയുന്നവരും ബെൽജിയം അമേരിക്കനൊക്കെ ഗംഭീരമായിട്ട് പൊട്ടിച്ചിട്ടാണ് അവര് സ്പെയിനെതിരെ വന്നത്. സ്പെയിൻ ആകെ വഴങ്ങിയ ഒരു ഗോളാണെന്ന് വെച്ചാൽ ഈ മത്സരത്തിൽ. അതെ, അതും ആദ്യം ഗോൾ അടിക്കുന്നത് ബെൽജിയാണ്. സ്പെയിൻ ആദ്യം അടിക്കുന്നു, പിന്നെ സമനില നേടുന്നു. പിന്നെ സ്പെയിൻ ഈ മിക്കൽ മറീന എന്ന് പറയുന്ന വീണ്ടും സൂപ്പർ സബായി വന്നിട്ട് വീണ്ടും നെട്ടിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് കയറി. ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ, എല്ലാവരും വിചാരിച്ചത് ഫ്രാൻസ് ഒരു 3-4 ഗോളിന് സ്പെയിനെ തരിപ്പണം. നീ എന്താ പറഞ്ഞത് 3-3? ഞാനെന്താ നിന്നോട് പറഞ്ഞത്, സ്പെയിനാണ് ഫ്രാൻസ് ഇവരുടെ മുന്നിൽ 2-1 പരാജയപ്പെടുന്നു. 2-1 എന്റെ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ 2-0 ആയിരുന്നു. ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റാത്ത ഒലീസി, ബാർക്കോള, ഡെംബലെ, എംബാപ്പെ ഇവരടങ്ങുന്ന ആ ഒരു ഡിസൈഡ്, ഇവരടങ്ങുന്ന എന്താ പറയാ, ലോകത്തിലെ ഏറ്റവും വലിയ അറ്റാക്കിംഗ് ത്രയുള്ള ഏറ്റവും ടോപ്പ് നോച്ച് ഗിയറിൽ കളിക്കുന്ന ഇവരുണ്ടായിട്ട് അവരെ കൊണ്ട് ഒരു ഗോള്, അവരുടെ ഓൺ ടാർഗറ്റ് വരുന്നത് 82-ാം മിനിറ്റാണ് ആദ്യ ഫ്രാൻസിന്റെ ഓൺ ടാർഗറ്റ്. അപ്പൊ എത്രമാത്രം ഈ കളിയെ കൺട്രോൾ ചെയ്ത്, ഇങ്ങനെ ഒരു കളി കൺട്രോൾ ചെയ്ത് ഫൈനലിൽ കളിക്കുകയാണെങ്കിൽ സ്പെയിനിന് അടിപൊളിയായിട്ട് ജയിക്കാൻ പറ്റും. പക്ഷെ അപ്പുറസെറ്റ് ഉള്ള കളിക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ അർജന്റീന. അത് മാത്രം ആലോചിച്ചാൽ മതി അപ്പൊ എന്താ സംഭവിക്കാൻ പോവാന്ന്. അപ്പോ അങ്ങനെ അവര് ഫൈനലിലെത്തി. രണ്ട് ടീമുകളും ഒരേ രീതിയിൽ കളിക്കുന്നത് ഒരു കിടിലൻ ഫൈനൽ തന്നെ എനിക്ക് കാണാൻ പറ്റും. അപ്പൊ ഫൈനലിൽ എന്തായിരിക്കും സ്കോർ? പകരമായിട്ട് ഒരു കളിയാണ് സത്യം, ഫിഫ ചുടുവില് ഫൈനലിസം ഒഴിവാക്കിയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് നടത്തിയ ഒരു പരിപാടിയാണ് ഇപ്പൊ ഉണ്ടായത്. ഫൈനലിസമയും അതേപോലെ തന്നെ വേൾഡ് കപ്പും കൂടി ഒരുമിച്ച് നടത്തിയാണ്. അപ്പൊ തീപ്പാറിയ ആ ഒരു 2026 വേൾഡ് കപ്പ് ഫൈനലിൽ സ്പെയിൻ ആണോ അതോ അർജന്റീന ആണോ ജയിക്കാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ബാഴ്സ ഫാൻസിനോട് പ്രത്യേക ഒരു ചോദ്യം, നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യും? അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.